ചിദംബരത്തിൻ്റെ കുമ്പസാരമാണ് ഇപ്പോൾ എല്ലായിടത്തും വൈറലായിട്ട് നിൽക്കുന്നത്. അതായത് അന്ന് തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ വിദേശകാര്യ മന്ത്രാലയം സമ്മതിച്ചില്ല എന്നുള്ള ഒരു അങ്ങനെയല്ലേ പറഞ്ഞത്, ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അത് പല ചർച്ചകളിലേക്കും വഴി തുറന്നു വിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നരേന്ദർ സറണ്ടർ അറിയാലോ, അത് ട്രംപ് വിളിച്ചിട്ട് പറഞ്ഞത്രേ നരേന്ദർ സറണ്ടർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോഴാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത് എന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു തിരിച്ചടി പോലും പാകിസ്ഥാന് കൊടുക്കാത്ത, അതായത് 8ഓളം സർജിക്കൽ സ്ട്രൈക്ക് മൻമോഹൻ സിംഗിന്റെ സമയത്ത് നടന്നിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നില്ല ബോർഡറിൽ. പക്ഷേ തീവ്രവാദ ആക്രമണത്തിനെതിരെ എന്താണ് കൊടുത്തത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണം. അതായത് അമേരിക്കയ്ക്ക് എങ്ങനെയാണോ 11 സെപ്റ്റംബർ അതുപോലെയാണ് നമുക്ക് 26 നവംബർ എന്ന് പറയുന്നത്. അതിനെന്താണ് മറുപടി കൊടുത്തത്? നമ്മുടെ ഇത്രയും സിവിലിയൻസിനെ കൊന്നൊടുക്കിയ തീവ്രവാദ ആക്രമണത്തിന് എന്ത് മറുപടിയാണ് ഇവർ കൊടുത്തതെന്നുള്ളതിന് ഉത്തരവില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ ചിദംബരം വെളിപ്പെടുത്തിയത്. അപ്പോൾ അന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മൻമോഹൻ സിംഗ് ഇരുന്നെങ്കിലും അന്ന് ആരുടെ കയ്യിലായിരുന്നു ഭരണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അതാണ് നമ്മുടെ സോണിയാഗാന്ധിയുടെ കയ്യിലായിരുന്നു. അപ്പോൾ സോണിയാഗാന്ധിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടായിരുന്നു അന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ താല്പര്യമായിരുന്നു ഇന്ത്യ തിരിച്ചടിക്കരുത് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കാം സോണിയാഗാന്ധി അങ്ങനെ ഒരു താല്പര്യം പുലർത്തിയിരുന്നത്? ശരിയാണ്, കോൺഗ്രസ് ഓരോ പാപങ്ങൾ വിളിച്ചു പറയുകയാണ്. അത് ചിദംബരത്തിലൂടെ ആദ്യത്തെത്തി എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെത്തിയപ്പോൾ അത് ഇന്ത്യയെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത ഒരു സ്ത്രീ ഒരു പ്രധാനമന്ത്രിക്ക് പിന്നിൽ നിന്ന് ഭരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ സൈന്യത്തിനും പുല്ല് വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഇന്ത്യയിൽ നിന്ന് അടിച്ചു പുറത്താക്കണ്ടേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സ്ത്രീക്ക് ഇന്ത്യയുടെ ഒരു ആനുകൂല്യങ്ങളും പറ്റാനോ ഇന്ത്യക്കാരിയായി തുടരാനോ, യഥാർത്ഥത്തിൽ അവർ ഇന്ത്യക്കാരിയല്ല, ഇറ്റലിക്കാരിയാണ്. ഇറ്റലിക്കാരി മദാമ രാജീവ് ഗാന്ധിയുടെ എന്താ പറയുക സ്വാധീനത്തിൽ രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഇറ്റലിക്കാരിയായ ഒരു മദാമ എത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ഒരു സ്ത്രീ ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു? ഒരു കുടുംബ വാഴ്ച എന്നതിനപ്പുറം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനസാക്ഷി മനുഷ്യത്വമില്ലാത്ത ഒരു സ്ത്രീ, അതാണ് സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് 2008 കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ആ കാര്യങ്ങൾ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഒരു പാവ സർക്കാരായി മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല സോണിയാഗാന്ധി. പിറകിൽ നിന്ന് കയറിട്ട് വലിക്കുകയാണ് അദ്ദേഹത്തെ. ഞാൻ പറയും കാര്യങ്ങൾ, ഞാൻ തീരുമാനിക്കും, അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ വിജയ്, 26/11/2008 ഈ ദിവസം താജ് ഹോട്ടലിൽ സംഭവിച്ചത് എന്താണ്? താജ് ഹോട്ടലിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചത് എന്താണ്? ഭീകരാക്രമണങ്ങൾ. അജ്മൽ കസബ് എന്ന് പറയുന്ന 22-കാരനായ ഒരുത്തൻ വരുന്നു, കയ്യിൽ ഹിന്ദു എന്ന് തോന്നിക്കുന്ന ചരട് കെട്ടുന്നു, മുംബൈയിലെ കടൽ തീരത്ത് വന്നിറങ്ങുന്നു. അതിനുശേഷം അവനോടൊപ്പം കുറെ ആളുകൾ എത്തുന്നു, നിറയൊഴിക്കുന്നു. എന്തായാലും ജീവനോടെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഞാൻ മറന്നു. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് ശവമാണ് കിട്ടിയിരുന്നെങ്കിൽ ഇവർ പറഞ്ഞുണ്ടാക്കിയതിന് മറ്റൊരു കഥ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ കയ്യിലെ ചരടൊക്കെ വെച്ചിട്ട്. അങ്ങനെ 166 ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 166 ജീവൻ നമ്മുടെ സഹോദരങ്ങളാണ്. 166 പേര്. ഈ 166 സഹോദരങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 26 പേര് നഷ്ടപ്പെട്ടപ്പോൾ 26 സ്ത്രീകളുടെ കുങ്കുമം മാച്ചപ്പോൾ 2 സ്ത്രീകളെ കൊണ്ട് കൃത്യമായി മറുപടി കേട്ട 56 ഇഞ്ചുകാരനാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതേ സ്ത്രീകളെ കൊണ്ട് തന്നെ ഭീകരർക്ക് മറുപടി കൊടുത്ത ഒരു തട്ടലും തൻ്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അയാൾ ഒരു RSS കാരനല്ല, അയാൾ ഒരു രാജ്യസ്നേഹിയാണ്. ആ രാജ്യസ്നേഹിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. രാജ്യദ്രോഹികളുടെ പേരാണ് ഇപ്പോൾ ചിദംബരം വിളിച്ചു പറയുന്നത്. ചിദംബരം വിളിച്ചു പറയുന്നത് എന്താണ്? ചിദംബരം വിളിച്ചു പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? അന്ന് യുഎസിലെ സെക്രട്ടറി കൊണ്ടലീസ റൈറ്റ്സ് ഇവിടെ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പാകിസ്ഥാനെ തിരിച്ചാക്രമിക്കരുത്. ഒരു US സെക്രട്ടറി വന്ന് പറയുകയാണ്, നിങ്ങൾ പാകിസ്ഥാനെ തിരിച്ചാക്രമിക്കരുത്, നിങ്ങളുടെ 166 പേരുടെ ജീവനങ്ങ് പൊക്കോട്ടെ, അതിന് നിങ്ങൾ തിരിച്ചു മറുപടി കൊടുക്കരുത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ സർക്കാർ, കോൺഗ്രസ് സർക്കാർ. ഇന്ത്യൻ സർക്കാർ അല്ല, കോൺഗ്രസ് സർക്കാർ. ആരാണ് തലപ്പത്തിരുന്നത്? അന്ന് മൻമോഹൻ സിംഗിനെ ഭരിച്ചിരുന്നത് ആരാണ്? സോണിയാഗാന്ധി. ആ സ്ത്രീക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള എന്ത് അവകാശമാണുള്ളത്?
എന്ത് അവകാശമാണ് ഇന്ത്യയിൽ ജീവിക്കാനുള്ളത്? മോദിയെ പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ഇന്ത്യയിൽ ജീവിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഭരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കണം. രാജീവ് ഉറിയിൽ നമ്മൾ മറുപടി കൊടുത്തു, ബലാക്കോട്ട് നമ്മൾ മറുപടി കൊടുത്തു, പുൽവാമ നമ്മൾ മറുപടി കൊടുത്തു. ഇനി ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ മുഴുവൻ ഇന്ത്യയിലേക്ക് കയറി വരും. ഇന്ത്യ അവരൊരു വലിയ ഭീകരവാദ താവളമാക്കി മാറ്റും ഇന്ത്യയെ. അതിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ ഒരു വലിയ ഒരു കണ്ടുപിടുത്തമുണ്ട്. അതുകൊണ്ട് അന്ന് എന്തുകൊണ്ടാണ് അടിക്കാത്തതെന്നുള്ളത് ഇവർക്ക്, അതായത് ഇത് പുറത്തു വന്നല്ലോ, ഇനിയിപ്പോ ന്യായീകരിച്ചല്ലേ പറ്റും. അതായത് ഇപ്പോഴത്തെ സൈനിക ശേഷി അല്ല അന്നത്തെ സൈനിക ശേഷി. അപ്പൊ ചോദിക്കുന്നു, അപ്പൊ 2014 മുതൽ സൈനിക ശേഷിയിൽ മാറ്റം വന്നു എന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ? അത് നിങ്ങൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ മാറി വന്ന 1947 മുതലുള്ള എല്ലാ സർക്കാരുകളും കൊണ്ടാണ് ഈ സൈന്യം ഇങ്ങനെ എത്തിയത്. അപ്പൊ പറഞ്ഞാൽ അല്ല, 2008 സൈനിക ശേഷി ഇല്ലായിരുന്നു, കുറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പൊ 25-ന്റെ അത്ര ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്, അല്ല അത് ഇപ്പോ ഉള്ള സൈനിക ശേഷി ഇല്ലേ, അത് 2008 ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 2014 ശേഷം സൈനിക ശേഷി വർദ്ധിച്ചു എന്നുള്ളതല്ലേ എന്ന്. അപ്പൊ ഇതാണ് ഇവരുടെ ന്യായ വൈകല്യങ്ങൾ. ഇവർക്ക് ഇത് അംഗീകരിക്കാനും അപ്പൊ അത് നമ്മളെ സൈനികരെ കൂടെ അപമാനിക്കുന്നില്ലല്ലോ. അന്നത്തെ സൈന്യത്തിന് കഴിവില്ല, പ്രതിരോധ ആയുധങ്ങളുടെ കാര്യത്തിലായിരിക്കാം. ഇവർ അത് ബുദ്ധിപൂർവം ചിന്തിക്കണം. മോദി ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ട് നടക്കുകയാണെന്നല്ലേ പറഞ്ഞത്. മോദി ലോകം മുഴുവൻ കറങ്ങിയത് ഊരു ചുറ്റാനല്ല. ഊരു ചുറ്റും വാലിബൻ, ചായക്കടക്കാരൻ എന്നൊക്കെയല്ലേ മോദിയെ വിളിച്ചത്. മോദി എന്തിനാ ലോകം മുഴുവൻ കറങ്ങിയത്? നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പല രാജ്യങ്ങളുമായി ഡിഫൻസ് കരാർ ഉണ്ടാക്കാനാണ് പോയത്. റഷ്യയുമായി, ഫ്രാൻസുമായി, ഇസ്രായേലുമായി, അമേരിക്കയുമായി, ഏതൊക്കെ രാജ്യങ്ങളുമായി നമുക്ക് കരാറുണ്ട്? നമ്മൾ തദ്ദേശീയമായി ഇവിടെ ആയുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള എഞ്ചിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 70 വർഷം കോൺഗ്രസ് ഇവിടെ ഭരിച്ചല്ലോ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, റേഷൻ പിന്നെ തന്നത് മോദി സർക്കാർ അല്ലേ, അതാണ് ജനങ്ങൾ കണ്ടായിരുന്നു ആ വീഡിയോ? അപ്പം പ്രിയങ്ക ഗാന്ധി പറയുന്നു, അത് പിന്നെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ് ആ പദ്ധതി. അത് മോദിയുടെ പടവും വെച്ച് റേഷൻ കാർഡ് അടിച്ചിറക്കിയാൽ അത് മോദിയുടെ പദ്ധതി ആവുമോ എന്ന്. അത് മോദിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാമല്ലോ. ചെയ്യാതിരിക്കാമല്ലോ. കോൺഗ്രസിന്റെ പദ്ധതിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം കോൺഗ്രസ് ചെയ്യാറില്ലല്ലോ അങ്ങനെ. മോദി അല്ല, കോൺഗ്രസിന്റെ മഹത്വം പറഞ്ഞോണ്ട് ഇനിയിപ്പോ അത് നമുക്കത് പറഞ്ഞോണ്ട് ഇനി അത് പറഞ്ഞിട്ട് തന്നെ പോവാം. ഈ ഇവരുടെ തലമൂത്ത ഒരാളുണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു. ഇദ്ദേഹം കാരണമാണ് ഈ പറഞ്ഞ പ്രശ്നം തന്നെ ഉണ്ടായി, തീവ്രവാദത്തിന്റെ. കാരണം ഈ എന്താണ് ഈ കാശ്മീർ ആണല്ലോ ഇതിനെല്ലാം തന്നെ മൂല കാരണമായിട്ട് നിൽക്കുന്നത്. ഈ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് ഒന്ന് പഠിച്ചു നോക്കണം ഈ കോൺഗ്രസ്സുകാർ. അവർക്ക് തന്നെ അറിയാം. അന്ന് ഈ പറയുന്ന വീറ്റോ പവർ, അതായത് UN വീറ്റോ പവർ, അത് ഇന്ത്യയുടെ സമ്മാനം എന്നാ പിടിച്ചോ, ചൈനയ്ക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞു. ചൈന പറഞ്ഞ് അല്ല അത് കൊണ്ടുപറ്റിയൊന്നേ എന്ന് പറഞ്ഞു. ഇപ്പൊ ദാ വീറ്റോ പവർ ഇല്ല അവിടെ UN ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ ഇതുകൊണ്ട്. അതായത് അന്ന് കൃത്യമായിട്ട് ബൗണ്ടറി വരച്ചിട്ട്, അതായത് ഇതിനപ്പുറം ഉള്ളത് നമ്മുടേത്, അതിനപ്പുറമുള്ള നിങ്ങളുടെ, ഇതിനകത്തോട്ട് കയറി വരണ്ട കേട്ടോ എന്ന് പറഞ്ഞ തീരാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ തീരാവുന്ന ഒരു വിഷയത്തിനെ UN കൊണ്ട് അവതരിപ്പിച്ചു. അതായത് നമ്മൾ ഇനി അങ്ങനെ നയതന്ത്രപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, അല്ല നമ്മളിവിടെ ചട്ടം വീളൊന്നുമല്ല, നമ്മൾ കുറച്ച് വ്യത്യസ്തരാണേ എന്നൊക്കെ ഉള്ള കാണിക്കാൻ വേണ്ടി. അതിപ്പോഴും ആ ഫയൽ എവിടെ ഇരിക്കുകയാണ്, തുറന്നു നോക്കിയിട്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഈ നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിലോ? പിന്നെ നരേന്ദ്രമോദി സുഭാഷ് ചന്ദ്രബോസ് ഭരിച്ചിരുന്നെങ്കിലും, ബാലഗംഗാധർ തിലക് ആയിരുന്നെങ്കിലോ? അപ്പൊ ഈ പറയുന്ന അക്സായ് ചിൻ എന്ന് പറഞ്ഞ പ്രദേശം, ഈ അത് ചൈന പിടിച്ചുകൊണ്ടുപോയത് ആരുടെ കാലഘട്ടത്തിലാണ്? നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ. എന്നിട്ട് ചെർമോൻ ചോദിച്ചുകൊണ്ട്, ചെർമോനല്ല ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ചെറുമോൻ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് എന്താണ്? 20,000 ഏക്കർ ചൈന എടുത്തോണ്ട് പോയി. ചൈന 20,000 ഏക്കർ. നിന്റെ അപ്പൂപ്പനാണ് അത് കൊടുത്തതെന്ന് കൂടെ പറയാൻ ഇവിടെ ആളില്ലേടാ. അതുപോലെയാണ് UN. അല്ല, കോടതി ചോദിച്ചല്ലോ ഇതൊക്കെ എവിടുന്ന ഈ കണക്കൊക്കെ കിട്ടുന്നത്, നമുക്കൊന്നും ഇല്ലല്ലേടാ ഈ കണക്ക് എന്ന് ചോദിച്ചത്. അതുപോലെ തന്നെ UN രക്ഷാസമിതിയില് ഇന്ത്യക്ക് UN രക്ഷാസമിതിയിൽ അംഗത്വം കൊടുക്കാന്നാണ് എല്ലാരും പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ അതൊന്നും അധികാരമൊന്നും വേണ്ട. ഇന്ന് ഇന്ത്യ അതിന്റെ അകത്ത് കടക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞ് അതിന്റെ അകത്ത് കടക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ വരൂല. എന്നിട്ട് എന്തായി? ഇന്ത്യ ഇതുപോലെ നശിപ്പിച്ച ഒരു പാർട്ടി
സത്യത്തിൽ ഇതുപോലെ ഇന്ത്യ നശിപ്പിച്ച്, ആ വിഭജനം നടത്തി ഇന്ത്യയെ തകർത്ത് ശത്രു രാജ്യങ്ങളാക്കി ഇന്ത്യ പാകിസ്ഥാനെ മൊത്തത്തിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ ഒരു പാർട്ടി 70 വർഷം ഈ പാർട്ടി ഇന്ത്യ ഭരിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും തകർന്നടിഞ്ഞത്. 2014 ശേഷം ഇന്ത്യയിൽ ആരും രാഷ്ട്രീയം പറയുന്നില്ല, ഞാനും പറയുന്നില്ല രാഷ്ട്രീയ വിജയം പറയുന്നില്ല രാഷ്ട്രീയം. പക്ഷെ 2014 ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? ഇന്ന് നമ്മുടെ സൈനികർക്ക് ധൈര്യമായി നിന്ന് ആരോടും ചോദിക്കേണ്ട, പ്രധാനമന്ത്രി തന്നെ മുന്നിൽ നിൽക്കും, അടിച്ചോടാ ഞാനുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സഹോദരന്മാരെ തൊട്ടവരെ ഒന്നും അമേരിക്ക മോദി പാകിസ്ഥാനെ തുടരും, ഒന്ന് പോടാപ്പാ പാകിസ്ഥാനെ തുടരുന്ന എന്റെ രാജ്യത്തെ ആളുകളെ തുടരുന്നെന്ന് പറയാൻ നീ ആരാ എന്ന് തിരിച്ചു ചോദിക്കാൻ ആർജവമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നുള്ളത്. ഇത് ഈ പ്രധാനമന്ത്രിക്ക് ശേഷം ഇനി യോഗിയാണ് പ്രധാനമന്ത്രി ആകുന്നതെങ്കിൽ ഇന്ത്യ ഇതിലും കുറച്ചുകൂടി ചിലപ്പോ കുറെ കൂടി ഭീകരക്കടയിൽ മാറ്റം വരും. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അന്ന് പറയാൻ പോകുന്നതായിരിക്കും നരേന്ദ്രമോദി ഒരു പാവമായിരുന്നു, നരേന്ദ്രമോദി കുറച്ചും കൂടെ നല്ല കുറച്ചുകൂടെ വെജിറ്റേറിയൻ ആയിരുന്നു, ഇത് നോൺ വെജിറ്റേറിയൻ ആണ് എന്നുള്ള അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും. നീ വന്നാ വേറെ ആരും വേണ്ട, സൈന്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ തന്നെ തീർക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ 166 പേരുടെ സഹോദരങ്ങളെ കൊന്നിട്ട് US സെക്രട്ടറി വന്ന് പറയുകയാണ് പാകിസ്ഥാൻ ഒന്നും ചെയ്യരുതെന്ന് പറയപ്പോ വിദേശ മന്ത്രി വരെ പറഞ്ഞിട്ടും കേൾക്കാതെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി. സംഭവം ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം എന്തായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാനത് ഓർമ്മയില്ലാത്തതാണോ എന്തോ. അവർക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി, എത്ര വിമാനങ്ങൾ പോയി, അത് യുദ്ധം അത് തിരിച്ചടിച്ചപ്പോൾ പഹൽഗാം ഉണ്ടായ സമയത്ത് ചോദിച്ചത് എന്താണ്? ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി, ഇത് മോദി പ്ലാൻ ചെയ്തതല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് പാകിസ്ഥാൻ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ഇവരും പറഞ്ഞു നടക്കുന്നത് അല്ലെ. 26 പേരിലെ ഈ മതം ചോദിച്ചായിരുന്നു കൊലപ്പെടുത്തിയെന്നുള്ളതാണല്ലോ. മതം ചോദിച്ച് മുണ്ട് പൊക്കി നോക്കി മതം നോക്കിയിട്ടാണല്ലോ കൊല്ലപ്പെടുത്തി. അത് കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അതായത് ഇത് ചെയ്തത് പാകിസ്ഥാനികളാണ്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളല്ല. പാകിസ്ഥാനി മുസ്ലിങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാനാണ് ഇവർക്ക് താല്പര്യം. അപ്പൊ ഇവരെ പാകിസ്ഥാൻ മുസ്ലിങ്ങളില്ല, പാകിസ്ഥാൻ മുസ്ലിം തീവ്രവാദികൾ അവരെ പോലും ന്യായീകരിക്കുന്ന രീതിയിൽ അവരങ്ങനെ ചെയ്തിട്ടില്ല, അവരങ്ങനെ ചെയ്യാം, നിങ്ങൾ അങ്ങനെ പറയരുത്, അവർ കുറച്ചും കൂടി ഡീസന്റ് ആയിട്ടുള്ള തീവ്രവാദികളാണ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഇവരുടെ വർത്താനം. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പറഞ്ഞത് എന്താണ്? തിരിച്ചു കൊടുത്തപ്പോൾ, അത് ഇവർ ചെയ്യാത്ത കാര്യം നരേന്ദ്രമോദി ചെയ്തപ്പോൾ, അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് മാത്രമല്ല, ഉറി സ്ട്രൈക്ക് നടന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? പാകിസ്ഥാൻ പറഞ്ഞു കുറെ വാഴയൊക്കെ അടിച്ചിട്ടിട്ടില്ലേ ഇവന്മാര് പോയത്, അത് തന്നെ ഇവരെ ഏറ്റവും പിടിച്ചു. തെളിവ് എവിടെ? രാഹുലിന് എന്ത് കാണിച്ചാലും തെളിവാണ്. ഇപ്പൊ തന്നെ ചിദംബരം തെളിവ് പറയുന്നുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയും മോനും കൂടെ നാട് വിട്, അല്ലെങ്കിൽ അമ്മയും മോനും കൂടെ ഇന്ത്യ വിട്. ഇന്ത്യയിൽ അടിക്കാനുള്ള ഒരു യോഗ്യതയും അമ്മയ്ക്കുമില്ല, മോനുമില്ല, മകൾക്കുമില്ല. ഞങ്ങളുടെ സഹോദരങ്ങളെ കൊന്നിട്ട് വയനാട് വന്നിട്ട് MP ആവുന്ന, ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിൽ വന്നിട്ട് MP ആവുന്ന, ഇരട്ട പൗരത്വം വെച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഈ കോൺഗ്രസിന്റെ ഈ നേതാക്കളെ ഒന്നും വച്ച് വാഴിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരനും. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, നമുക്കൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ എടുത്തിട്ട് തിരിച്ചടിക്കണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ നമുക്ക് വേണ്ട എന്ന് ഓരോ ഇന്ത്യക്കാരനും തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.